ഉപ്പുതറ 9 ഏക്കർ ശശിക്കട ഈറ്റക്കാനം റോഡ് തകർന്ന് യാത്രാമാർഗമില്ലാതെ നിരവധി കുടുംബങ്ങൾ. ജനപ്രതിനിധികളുടെ അവഗണനയാണ് ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. ഉപ്പുതറ പഞ്ചായത്തിലെ 8, 9 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന റോഡാണ് അവഗണന നേരിടുന്നത്. ഉപ്പുതറ പഞ്ചായത്തിലെ 9 ഏക്കർ ശശിക്കടയിൽ നിന്നും കുറെ ദൂരം റോഡ് യാത്രായോഗ്യമാണെങ്കിലും തുടർന്നുള്ള ഭാഗം യാത്രായോഗ്യമല്ല. കാട്ടു റോഡിന് സമാനമാണ്. മുമ്പ് യാത്രായോഗ്യമായ മൺ റോഡായിരുന്നു. എന്നാൽ 2018 പ്രളയത്തോടെ റോഡിലെ മണ്ണൊലിച്ചുപോയി പാറക്കൂട്ടങ്ങളായി മാറിയിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ വെള്ളം ഒഴുകി ഓടയായി തിരിഞ്ഞു കിടക്കുകയാണ്. തീർത്തും മോശമാണ്. അതങ്ങ് വണ്ട വരെ വണ്ടി പോകുന്നതാണ്. ഇപ്പൊ ഒട്ടും പോവുകയല്ല. ഞങ്ങളുടെ മുറ്റത്തെല്ലാം വണ്ടി പോകുന്നതാണ്. വരുന്നില്ല. ഞങ്ങൾ റേറ്റ് മാറ്റിലൂടെ കൊണ്ട് നിർത്തുന്നത്. അതുപോലെ അടുക്കാട്ട് കിടക്കുക റോഡ്. മാറി മാറി വന്ന ജനപ്രതിനിധികൾ ഈ റോഡിനെ അവഗണിച്ചതാണ് ഈ റോഡിന് തിരിച്ചടിയായത്. 50ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വന്ന് ശശിക്കടയിൽ നിന്ന് ഈറ്റക്കാനം കണക്ട് ചെയ്യുന്ന ഒരു റോഡായത്. 2 വാർഡിന്റെയും അതിർത്തിയായിട്ട് നിൽക്കുന്ന ഒരു റോഡായത്. വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ തന്നെ, അതായത് ഉപയോഗശൂന്യമെന്ന് പറയാം. ഈ വണ്ടി വരാനോ ഒന്നിനും സാധ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഒരു വഴിയാണ്. അവിടെ 2-3 വീടുകളുണ്ട്. പിന്നെ ഈ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് വീടുകളുള്ള സ്ഥലങ്ങളാണ്. ഒത്തിരി വീടുകളുണ്ട്. ഈ വഴി വർഷങ്ങളായിട്ട് ഇതേ രീതിയിൽ തന്നെ നടക്കുന്നത്. എന്തെങ്കിലും കാണിച്ച് പഞ്ചായത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവരും അഭിപ്രായം. 2 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന റോഡായതിനാലാണ് റോഡിനെ അവഗണിക്കുന്നതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും വിജയിച്ചാൽ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് ഉറപ്പ് ലഭിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് പാഴ്വാക്കായി മാറും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഈ റോഡിനെ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ റോഡിന്റെ ഗുണഭോക്താക്കളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.